9ാം ക്ലാസ്സുകാരന്റെ നഗ്ന ദൃശ്യം പ്രചരിപ്പിച്ചതായി പരാതി. കുട്ടിയുടെ സഹപാഠികൾ ബലം പ്രയോഗിച്ച് നഗ്നനാക്കിയ ശേഷം ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിച്ചു. കുട്ടിയുടെ സഹപാഠികൾക്കെതിരെയാണ് പാലാ സ്വദേശിയായ പിതാവിന്റെ പരാതി. മുൻപും സഹപാഠികൾ ഇത്തരത്തിൽ ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിച്ചിരുന്നതായി പിതാവ് ആരോപിക്കുന്നു. പരാതി പരിശോധിക്കുമെന്ന് പാലാ പോലീസും പറഞ്ഞു. സ്കൂളിൽ 9ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന എൻ്റെ മകനെ കൂടെ പഠിക്കുന്ന സഹപാഠികൾ മാനസികമായിട്ട് പീഡിപ്പിക്കുകയും റാഗ് ചെയ്യുകയും ആ വീഡിയോ എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഒരു തവണയല്ല, പല തവണയും ഇത് ചെയ്തിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് ഒരു സുരക്ഷിതത്വവും ഇല്ല. സാറന്മാർ ഇത് അറിയുന്നില്ല. അവരോട് ചോദിക്കുമ്പോൾ ഞങ്ങൾ കാണും. ഒരു തവണയല്ല, പല തവണയത് കൂടത്തിൽ പഠിക്കുന്ന പിള്ളേർ തന്നെ ഈ വീഡിയോ എടുത്ത് മൊബൈൽ സ്കൂളിൽ കൊണ്ടുവന്ന വീഡിയോ എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തേക്കുന്നത്. ഇതിനെതിരെ നടപടി സ്വീകരിക്കണം. സ്കൂളിൽ നിന്ന് ഒരു പിള്ളേർക്ക് സുരക്ഷിതമില്ലാത്ത രീതിയിലാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. എന്ത് വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞങ്ങൾ ഈ പിള്ളേരെ സ്കൂളിലേക്ക് വിടുന്നത്? വീട്ടിലിരിക്കുന്ന കാരണന്മാർ ഓരോ പണി എടുത്തിട്ട് ജീവിക്കുന്ന ആൾക്കാർ എന്ത് വിശ്വാസത്തിൻ്റെ പുറത്തിട്ട് ആരെ വിശ്വസിച്ച് പിള്ളേരെ സ്കൂളിലേക്ക് വിടാൻ പറ്റും? കൂടെയുള്ള സഹപാഠികൾ ഇതുപോലെ പിള്ളേരെ റാഗ് ചെയ്ത് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആരാ ഉത്തരവാദിത്തം പറയുന്നത്? ഈ കാരണന്മാർക്ക് പിള്ളേരെ സ്കൂളിൽ വിടുമ്പോഴത്തേനും വരാതെ പോയി നിൽക്കാൻ പറ്റുമോ? അവർക്ക് പണിയെടുത്ത് ജീവിക്കണ്ടേ? ആരെ വിശ്വസിച്ച് പിള്ളേരെ ഈ സന്തോഷ സ്കൂളിലേക്ക് വിടാൻ പറ്റും? ഈ സന്തോഷ സ്കൂളിലെ പ്രവർത്തനങ്ങൾ ഈ രീതിയിലാണെങ്കിൽ ഒരു പിള്ളേർക്ക് സുരക്ഷിതത്വമില്ല. അവിടെ വളരെ മോശമായ രീതിയിലാണ് അവിടുത്തെ പരിപാടി ഇങ്ങനെയാണ് പോകുന്നത്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഞാൻ പാലാ CIക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ അവർ സഹിതമാണ് പരാതി കൊടുത്തേക്കുന്നത്. മിഥുൻ അയ്യപ്പൻ ചേരുന്നു. മിഥുൻ, എന്താണ് കൂടുതൽ വിവരങ്ങൾ? പാലായിലെ ഒരു സ്കൂളിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ അതിക്രമത്തിനിരയായ കുട്ടി. ഈ കുട്ടിക്ക് കഴിഞ്ഞ ദിവസമാണ് ഈ കുട്ടിയുടെ സഹപാഠികൾ ചേർന്ന് ഇവരെ ഒരു റാഗിങ്ങിന് സമാനമായിട്ടുള്ള രീതിയിൽ ഈ കുട്ടിയെ ഉപദ്രവിക്കുകയും കൂട്ടമായി ചേർന്ന് വസ്ത്രങ്ങൾ ഊരി നഗ്നനാക്കുകയും ചെയ്തത്. ഇതിന്റെ ദൃശ്യങ്ങൾ സഹപാഠികൾ തന്നെ പകർത്തി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും പരസ്പരം കൈമാറുകയും എല്ലാം ചെയ്തു എന്നാണ് ഇപ്പോൾ പരാതിയിൽ പറയുന്നത്. ഈ പരാതി ഇപ്പോൾ പാലാ പോലീസിന് പരാതി പിതാവ് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ പോലീസ് സംബന്ധിച്ച് കേസ് ഇപ്പോൾ എടുത്തിട്ടില്ല. CWCക്ക് വിവരങ്ങൾ കൈമാറി കൂടുതൽ വിശദാംശങ്ങൾ CWCയുടെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചതിന് ശേഷം കേസ് എടുക്കുന്നതടക്കമുള്ള നടപടിയിലേക്ക് നീങ്ങുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ സംഭവം ഉണ്ടാകുന്നത്. എന്നാൽ ഇതിനു മുമ്പും ഇത്തരത്തിൽ സമാനമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഈ അതിക്രമത്തിനിരയായ കുട്ടിയുടെ അച്ഛൻ വ്യക്തമാക്കുന്നുണ്ട്. പരാതിയിലും ഇക്കാര്യം തന്നെ പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ പരാതി പോലീസ് പരിശോധിച്ച് വരികയാണ്. CWCക്ക് വിവരം കൈമാറിയിട്ടുണ്ട്. CWC ഈ കുട്ടിയുമായും ബന്ധുക്കളുമായും സംസാരിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയും അതനുസരിച്ചുള്ള റിപ്പോർട്ട് പോലീസിനെ വൈകാതെ തന്നെ കൈമാറുകയും കേസെടുക്കുന്നതടക്കമുള്ള നടപടിയിലേക്ക് നീങ്ങുമെന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി, മിഥുൻ അയ്യപ്പനാണ് വിവരങ്ങൾ നൽകിയത്.